ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ ദുരിതം പേറി ചാവക്കാട് തിരുവത്ര അത്താണിയിലെ ഷാനവാസും കുടുംബവും കാനയിൽ നിന്ന് വെള്ളമൊഴുകി സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഒലിച്ചുപോയിരിക്കുകയാണ്. റോഡിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ ദൂരമുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. ഈ വഴി മുഴുവൻ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുകയാണ്. വെള്ളക്കെട്ടിലൂടെ നടന്നു വേണം റോഡിലെത്താൻ. മകൾക്ക് സ്കൂളിൽ പോകാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഷാനവാസ് പറയുന്നു. 2 മാസമായി ഷാനവാസും കുടുംബവും ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി തവണ കളക്ടർ, ദേശീയപാത അധികൃതർ, തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ഷാനവാസ് പറയുന്നു. കളക്ടർ അടക്കം പറയുന്നത് ഞങ്ങൾ നിരവധി തലം പറഞ്ഞിട്ട് യാതൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പരാതിക്കാർ, തഹസീൽദാർ ആയാലും കളക്ടർ ആയാലും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഓഗസ്റ്റ് 15-നകം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശിവാലയുടെ മുഴുവൻ ആളുകളെയും തടയും. അതിനെ അവർക്കിവിടെ കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് കൂടി പറയാനാണ്. അത്രമാത്രം പ്രയാസം അനുഭവിക്കുകയാണ്. ഈ മലിനജലം കക്കൂസ് മാലിന്യം അടക്കം ഇതിലൂടെ ഒഴുകി പോവുകയാണ്. വെള്ളം ഒഴുക്കിവിടാൻ കരാർ കമ്പനി കുറച്ച് പൈപ്പിലൂടെ കൊണ്ടിട്ടു എന്നല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അത്താണി കിഴക്ക് സർവീസ് റോഡിലെ കാനിയിലൂടെ വലിയ രീതിയിലാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ഷാനവാസിന്റെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്.